സെക്കൻഡ് ക്ലാസ്സാണ്. നമുക്കറിയാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു പോർഷനും നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ഒരു പോർഷനുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നത്. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കയറുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പം നമ്മൾ ട്രിഗണോമെട്രി എന്നാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. നിങ്ങൾക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. 10ൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ട്രിഗണോമെട്രീനെ കുറിച്ചിട്ട്. ഓക്കെ, സോ ആ കാര്യങ്ങളൊന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആ പഠിച്ച കാര്യങ്ങളൊന്ന് ഫ്രഷൻ അപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മൈൻഡിലേക്ക് എന്താ വരുന്നത്? എന്തിനാണ് ഇപ്പോൾ ഈ ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം വരും അല്ലേ? ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വളരെ എളുപ്പമുള്ളൊരു ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ ഈ ട്രിഗണോമെട്രി വെച്ചിട്ടാണ്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വലിയൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നിങ്ങളോട് മെഷർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല അല്ലേ? അതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് അളക്കാൻ പറ്റുമോ? എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര മീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ എത്രയാണ് ആ ഒരു ഹൈറ്റ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മെഷർ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കണ്ടീഷൻസും ഉണ്ടാവും. സോ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ട്രിഗണോമെട്രി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ആംഗിൾസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മളൊരു ട്രിഗണോമെട്രി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രിഗണോമെട്രി എപ്പോഴും എന്ത് ടൈപ്പ് ട്രയാങ്കിളിലായിരിക്കും പറയുന്നുണ്ടാവുക? നമ്മൾ 3 ടൈപ്പ് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ട്രയാങ്കിൾസ് പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. ട്രയാങ്കിൾസ് എത്ര ടൈപ്പ് ഉണ്ട്? നമുക്കറിയാം, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. പിന്നെ ഉള്ളത് സ്കെലീൻ ട്രയാങ്കിൾ. സ്കെലീൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡും ഓരോ രീതിക്കായിരിക്കും. അതായത് എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. അടുത്തത് നമുക്കുള്ളത് ഐസോസിലസ് ട്രയാങ്കിളാണ്. എന്ത് ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ എന്താ ഈ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സൈഡ് ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര സൈഡ് ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും? 2 സൈഡ് ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ, ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആണ്. 2 സൈഡ്സ് ആർ ഈക്വൽ. 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും? അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് സൈഡ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. പഠിച്ചിട്ടില്ലേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ആംഗിൾ 90 ഡിഗ്രി വരണം. ഒരു ആംഗിൾ 90 ഡിഗ്രി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും അല്ലേ? ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. എന്തുകൊണ്ടാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി വരണം. ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആ വരച്ചിട്ടുള്ളത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്നുള്ളത് പറയാം. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ഐസോസിലസ് ട്രയാങ്കിൾ, സ്കെലീൻ ട്രയാങ്കിൾ,
പിന്നെ നമുക്കുണ്ടായിരുന്ന ട്രയാങ്കിളിൻ്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ എന്താവണം? 90 ഡിഗ്രി ആയിരിക്കണം. അതാണ് നമ്മൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു എന്ത് പറയുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട് അല്ലേ, എന്തൊക്കെയാണ് ട്രയാങ്കിൾ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ട്രിഗണോമെട്രി എന്ന് പറയുന്ന എല്ലാ കൺസെപ്റ്റും പറയുന്നത്. സോ ആദ്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിഗണോമെട്രി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ ആലോചിക്കുക അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിളിലായിരിക്കും നമ്മൾ ഈ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ട്രിഗണോമെട്രിയിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിയിൽ നമ്മൾ മെയിനായിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. നമ്മൾ മുന്നേ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു പൈതഗോറസ് തിയറമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പൈതഗോറസ് തിയറം നമുക്കറിയാം. ഈ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ടൈപ്പ് ട്രയാങ്കിളിൽ മാത്രമേ പറ്റുള്ളൂ? 90 ഡിഗ്രി ആംഗിൾ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമ്മുടെ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് തന്നെ നമുക്കറിയാം. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ വേണമെങ്കിൽ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ABC എന്ന് പേര് കൊടുക്കുകയാണ്. അതിൽ AB എന്ന് പറയുന്നത് ഒരു സൈഡാണ്, AC എന്ന് പറയുന്ന ഒരു സൈഡാണ്, BC എന്ന് പറയുന്നത് വേറൊരു സൈഡാണ്. ഓക്കെ, അതിൽ നമുക്ക് 3 സൈഡുകൾക്കും 3 പേരുകൾ പറയാം. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ മാത്രമേ നമുക്ക് അങ്ങനെ പേര് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിൽ നമുക്ക് കാണാം ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് BC ആണ് അല്ലേ? സോ BCനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്നാണ് വിളിക്കുക. ഈ ലോങ്ങസ്റ്റ് സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്നാണ് വിളിക്കുക. ഈ ഹൈപ്പോട്ടിന്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക? ഈ ഒരു ഹൈപ്പോട്ടിന്യൂസ് ഉണ്ടാവുക. എന്താണ്? 90 ഡിഗ്രി എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരിക? നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് വരിക. അപ്പോൾ അതാണ് ഹൈപ്പോട്ടിന്യൂസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈഡാണ്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ ഈ ഒരു 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ്. ഇനി AB എന്ന് പറയുന്ന സൈഡിനെ നമ്മൾ ബേസ് എന്നാണ് പറയുക. ബേസ്. നമ്മൾ എന്ത് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏതൊരു കൺസെപ്റ്റ് മേലേക്ക് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിന് ഒരു ബേസ് വേണം അല്ലേ? ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മേലേക്ക് ബിൽഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം കൂടെ താഴേക്ക് വീഴും. സോ ഈ ഒരു ബേസ്, ആ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് ആണ് എന്ത് എന്ന് പറയുന്നത്? AB എന്ന് പറയുന്നത്. ബേസ് എപ്പോഴും എന്തായിരിക്കും? താഴെയല്ലേ ഉണ്ടാവുക? അങ്ങനെ ആലോചിച്ചാൽ മതി. സോ അവിടെ AB എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ്. ഓക്കെ, പിന്നെ ഒരു സൈഡും കൂടെ ഉണ്ട് അല്ലേ? ആ സൈഡിനെ നമ്മൾ ഹൈറ്റ് എന്നാണ് വിളിക്കുക. ഹൈറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയാം. ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹൈപ്പോട്ടിന്യൂസ്, ബേസ്,
ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഞാൻ പൈതഗോറസ് തിയറം എന്താന്ന് പറയാം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഈ നമ്മുടെ ട്രിഗണോമെട്രി ആയിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ പൈതഗോറസ് തിയറം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരുന്നൊരു സാധനമാണ് ഈ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. സോ അപ്പോൾ ഈ ഒരു പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ വെച്ചാൽ, ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ, ഹൈപ്പോട്ടിന്യൂസിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്? പൈതഗോറസ് തിയറം. അപ്പോൾ എന്താ നമ്മുടെ പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? എന്തിനോട് ഈക്വലാണ്? ബേസ് സ്ക്വയറിനോടും ഹൈറ്റ് സ്ക്വയറിൻ്റെയും സമ്മാണ് കേട്ടോ. സ്ക്വയറിൻ്റെ സമ്മാണ്. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും ഈ പൈതഗോറസ് തിയറമൊക്കെ. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ എന്തിലേക്ക് വരികയാണ്? നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസിലേക്ക് വരികയാണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് വേണ്ട കാര്യം എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണം. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഞാൻ ABC എന്ന് പേര് കൊടുത്തു. നമുക്ക് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് മെയിനായിട്ടുള്ളത്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. അങ്ങനെ 6 എണ്ണമാണ് ഉള്ളത്. ഈ 6 എണ്ണം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എന്താണ് എന്നുള്ളത് നോക്കാം. സൈൻ, ഈ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? 3 പാർട്ടാക്കി അല്ലേ? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഞാൻ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ABC, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് ഏത് ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അതായത് ഇപ്പോൾ സപ്പോസ് ഇതാണ് നിങ്ങളെ ആംഗിൾ. അതായത് ഈ സൈൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ എന്താ, ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഓഫ് ആംഗിൾ എ. അപ്പം ആംഗിൾ എ എന്ന് പറയുന്നത് ഏതാണ്? ഇതാ ഈ ഒരു ആംഗിളാണ് അല്ലേ? ഇതാണ് നമ്മളെ ആംഗിൾ. അപ്പം ഈ ഒരു ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് എടുക്കുക. ഇനി സൈൻ ഓഫ് ആംഗിൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വെച്ചിട്ട് എടുക്കണം? ഈ ഒരു ആംഗിൾ വെച്ചിട്ട് എടുക്കണം. അതായത് നിങ്ങൾ ഓരോ ആംഗിൾ എടുക്കുന്നതിനനുസരിച്ച് എന്ത് മാറും? വാല്യൂസ് മാറും. ഇത് സി ബി അല്ലേ? അപ്പോൾ എന്താ വരിക? സൈൻ ഓഫ് ആംഗിൾ ബി. അപ്പോൾ ഓരോ ആംഗിൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ആവും? നിങ്ങൾ എടുക്കുന്ന വാല്യൂസ് ചേഞ്ച് ആയിട്ട് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈൻ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. സൈൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്തറിയണം? സൈൻ എന്താണ് എന്നുള്ളത് അറിയണം. നമുക്ക് നോക്കാം. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ എ നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ എല്ലാ ആംഗിൾസും നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറയുന്ന ആംഗിളിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ വാല്യൂസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സൈൻ ഓഫ് ആംഗിൾ എ. സൈൻ ഓഫ് ആംഗിൾ എ. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതിലിപ്പോൾ നമുക്ക് എല്ലാം വേണ്ട, നമുക്ക് എനെ മാത്രം മാർക്ക് ചെയ്യുക, അതായിരിക്കും നന്നാവുക. ഇതും വേണ്ട, ഇതും വേണ്ട. വിത്ത് റെസ്പെക്ട് ടു എ ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്?
ആംഗിൾ എ എവിടെയാണ്? ആംഗിൾ എനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ? അപ്പോൾ ബി സി ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എന്തായിരിക്കും? താഴെ എഴുതാം കേട്ടോ. ഈക്വൽ ടു ബി സി ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ ഏതാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വലുതായിരിക്കും ബിനോട് അല്ലെങ്കിൽ 90 ഡിഗ്രീനോട് ഓപ്പോസിറ്റ്. 90 ഡിഗ്രീനോട് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എ സി ആണ്. അപ്പോൾ ബി സി ബൈ എ സി. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ബി സി ആണ്. നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? എ സി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ ഓഫ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആംഗിൾ നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് എന്താണ്? സൈൻ ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം എന്ത്? സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസ് ആണ്. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്. അപ്പം എന്തായിരിക്കും അഡ്ജസൻറ്റ് സൈഡ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് സൈഡ് അല്ലാത്ത. അപ്പം നമുക്കിപ്പോൾ ഇവിടെ രണ്ട് സൈഡാണല്ലോ കിട്ടിയത്. ഒന്ന് ഓപ്പോസിറ്റ് സൈഡ്, ഒന്ന് അഡ്ജസൻറ്റ് സൈഡ്, ഒന്ന് ഹൈപ്പോട്ടന്യൂസ്. രണ്ടെണ്ണം അല്ലാത്ത സൈഡ് എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ രണ്ടെണ്ണം അല്ലാത്ത സൈഡ്, അതായത് നമുക്കറിയാം ആംഗിൾ എനോട് ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ മാർക്ക് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. എനോട് ഓപ്പോസിറ്റ് സൈഡാണിത് അല്ലേ? ഓപ്പോസിറ്റ്. ഇതെന്താണ്? ഇതാണ് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അപ്പം എന്ത് കിട്ടി? ആംഗിൾ എന്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം എന്താ വാല്യൂ വരിക? അഡ്ജസൻറ്റ് സൈഡിൻ്റെ വാല്യൂ ഏതാണ്? എ ബി ആണ് അല്ലേ? ഇതല്ലേ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ്? ആ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി അല്ലേ? സോ ഇറ്റ് ഈസ് എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി. സോ ഇറ്റ് ഈസ് എ ബി ബൈ എ സി. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം സൈനായി കോസായി. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി നമുക്കുള്ളത് ടാൻ എ ആണ്. ടാൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു വേർഷനാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ ബി. അപ്പോൾ എന്ത് വരും? ബി സി ബൈ എ ബി. അതാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ടാൻ ഓഫ് ആംഗിൾ എ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബി സി, എ സി, എ ബി ഒന്നും പഠിച്ചു വെക്കേണ്ട. അത് ഓരോ ട്രയാങ്കിളിനനുസരിച്ച് എന്ത് ചെയ്യും? വേരി ചെയ്യും. പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂസ് നിങ്ങൾ മറന്നു പോകരുത്. ഈ വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ 3 എണ്ണമായി. ഇനി ഞാൻ പറഞ്ഞു ഈ ബാക്കി 3 എണ്ണം ഇതായിട്ട് കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് കണക്റ്റഡ് എന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളില്ലേ,
അതായത് സൈന്, കോസ്, ടാന് അല്ലേ. ഞാൻ ഇവിടെ വാല്യൂസ് ഒന്ന് എഴുതാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. കോസ് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. സംശയം ഉണ്ടോ? ഇനി ടാൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഞാൻ ഷോർട്ട് കട്ട് എഴുതണുള്ളൂ കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പം എന്തായി? ഈ 3 വാല്യൂസ് നമ്മൾ എഴുതി. ഇനി നമുക്കുള്ളത് കൊസീക്കാണ്. കൊസീക്കിനൊരു റിലേഷൻ ഞാൻ പറഞ്ഞുതരാം. കൊസീക്ക് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin A ആണ്. പിന്നെ ഉള്ളത് സീക്ക് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സി ആണേ മക്കളെ. സി ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos A ആണ്. കോട്ട് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan A ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ആദ്യത്തെ 3 മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ നമ്മൾ പറയില്ലേ റെസിപ്രോക്കൽ എന്ന് പറയും. 1/, എന്ന് ഇട്ട് കഴിഞ്ഞാൽ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ ഉണ്ട് 2/3 എന്നാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചിടുക 3/2. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സൈനും കോസും ടാനും മാത്രം പഠിച്ചാൽ മതി. സൈനും കോസും ടാനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു റിലേഷൻ അറിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊസീക്ക് കിട്ടും, സീക്ക് കിട്ടും, കോട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പം കൊസീക്കേൻ്റെ വാല്യൂ എന്താ വരിക എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കൊസീക്കേൻ്റെ വാല്യൂ എന്താ വരിക? 1/sin A എന്നാണ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയിരുന്നു. അത് നേരെ തിരിച്ചിട്ട് എന്താവും? ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആവും. നേരെ തല തിരിച്ചിട്ടാൽ മതി. ഇവിടെ എന്താ വരിക? നിങ്ങളത് പറഞ്ഞു നോക്കൂ. 1/cos A. cos A എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പം 1/cos എന്ന് പറയുമ്പോൾ എന്തായി? പിന്നെയും ഹൈപ്പോട്ടിന്യൂസ് ബൈ താഴെ അഡ്ജസൻറ്റ് സൈഡ്. അടുത്തെന്താണ്? 1/tan A അല്ലേ. അപ്പം എന്ത് വരും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പം ഇതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള റിലേഷൻ 6 എണ്ണാണുള്ളത്. ആ 6 എണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ മേലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സൈന്, കോസ്, ടാന്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ റിലേഷൻ, അതായത് കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പം എന്തുണ്ട്? നമ്മൾ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഈ റിലേഷനാണ്. ഈ സൈനും കോസും ടാനും പഠിച്ചാൽ തന്നെ ബാക്കി റിലേഷൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൈൻഡിലേക്ക് വരും. അപ്പോൾ ആദ്യം നിങ്ങൾ തെറോ ആക്കിയിട്ട് എന്ത് പഠിച്ചു വെക്കണം? സൈന്, കോസ്, ടാൻ എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കൊസീക്കും സീക്കും കോട്ടും പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ വേറൊരു റിലേഷനും കൂടെ പറഞ്ഞുതരാം. അതായത് എനിക്കറിയാം നിങ്ങൾക്ക് കുറേ റിലേഷൻസ് പറഞ്ഞു തന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ പറയുന്ന റിലേഷൻ. ഓക്കെ, നിങ്ങളത്ര കുഴപ്പിക്കുന്ന സംഭവമൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് വാല്യൂസ് ഒന്ന് മറന്നു പോയി കഴിഞ്ഞാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്താ നോക്കാം. ഇത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഈ വാല്യൂസൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പം ഈ സൈന്, കോസ്, ടാനൊക്കെ എന്താണെന്നൊന്നും പറഞ്ഞുതരാൻ ചിലപ്പം ക്ലാസ് പറയാൻ ടീച്ചേഴ്സിന് സമയം ഉണ്ടായി എന്ന് വരില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് 4 മൊഡ്യൂളുണ്ട്. ഈ മൊഡ്യൂൾ ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടൈം എടുക്കും.
പിന്നെ നമുക്കറിയാലേ മാത്സ് ആണ്, പ്രോബ്ലം പേപ്പറാണ്. സോ പ്രോബ്ലംസ് ആയതുകൊണ്ട് തന്നെ എന്ത് വരും, എന്തായാലും സമയം വരും അല്ലേ. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ടൈം കൺസ്യൂം ചെയ്യും. സോ ചിലപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങളൊന്നും ടീച്ചേഴ്സിന് പറയാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ക്ലാസ് കണ്ടിട്ട് തെറോ ആക്കിയിട്ട് പഠിച്ച് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ടീച്ചർ ക്ലാസ്സിലെടുക്കുമ്പം കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഞാൻ 3 റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറയാനുള്ളത് ഇതാണ്, ടാൻ ഓഫ് ആംഗിൾ എ. ഈ ആംഗിൾ എ തന്നെ ആവണം എന്നില്ല കേട്ടോ. നമ്മൾ ആ ആംഗിളിന് തീറ്റ എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യും. ഈ തീറ്റയല്ല, ഇതൊരു ഗ്രീക്ക് ലെറ്ററാണ്. അതൊരു ലെറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. നമുക്കാകെ ഇത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അല്ല, നമ്മൾ ആ ഒരു ആംഗിളിന് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അറിയണം. തൽക്കാലം ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആംഗിൾ എ എന്ന് തന്നെ എടുക്കുകയാണ്. ടാൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് ആംഗിൾ എ ആണ്. കോട്ട് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് ആംഗിൾ എ ബൈ സൈൻ ഓഫ് ആംഗിൾ എ. SIN ആണ് കേട്ടോ, സൈൻ ഓഫ് ആംഗിൾ എ. അപ്പോൾ നമ്മളിന്ന് നമ്മളെ ക്ലാസ്സിൽ എത്ര റിലേഷൻസ് പറഞ്ഞിട്ടുണ്ട്? സൈന്, കോസ്, ടാന്. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് ആംഗിൾ എ ബൈ കോസ് ഓഫ് ആംഗിൾ എ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയാം. അത് 3 എണ്ണം. പിന്നെ നിങ്ങൾ മറ്റേതായിട്ട് റിലേറ്റ് ചെയ്യുക. എന്തായിട്ട്? കൊസീക്കിനെ സൈനായിട്ട് റിലേറ്റ് ചെയ്യുക, കോസും സീക്കും റിലേറ്റ് ചെയ്യുക, കോട്ടും ടാനും റിലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ആകെ പറഞ്ഞിട്ടുള്ളത് എന്തേ ഉള്ളൂ, നമ്മൾ ബേസിക് ആയിട്ടുള്ള റിലേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ട്രിഗണോമെട്രിയിലെ റേഷ്യോസ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ മാത്രമേ നമ്മൾ ഈ ഒരു ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഫുൾ എന്തിലാണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക് ചിലപ്പം ഭാവിയിലേക്ക് പോകുമ്പോൾ മുന്നോട്ടൊക്കെ ആവശ്യം വരും. ചിലപ്പോൾ അത് പൈതഗോറസ് തിയറം എന്നൊന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിനി ക്ലാസ് എടുക്കുമ്പോൾ ഒന്നുകൂടെ പറയും. സോ ഈ ഒരു പൈതഗോറസ് തിയറം എന്താണ് എന്നുള്ളത്, അതായത് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ആ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമ്മളെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. നമ്മളിന്ന് പറഞ്ഞത് ആകെ ട്രിഗണോമെട്രിക് റേഷ്യോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. പിന്നെ നമ്മളെ സൈനും കോസും ടാനും ഒക്കെ തമ്മിലുള്ള 2 റിലേഷൻസ്, അതായത് നമ്മളിപ്പം ബോർഡിൻ്റെ മേലെ കാണുന്ന 2 റിലേഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മുന്നോട്ട്, അതായത് ഹെൽപ്ഫുൾ ആവുന്ന 2 ഇക്വേഷൻസാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ യൂട്യൂബ് ചാനലായിട്ടുള്ള അക്കൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് വരും. സോ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആ ഒരു ബേസ് സ്ട്രോങ് ആക്കുക. ബേസ് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ ഞാൻ പറയുന്ന പോലെ തന്നെ മേലേക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാണ്ടേ പഠിക്കുക, പക്ഷേ നമ്മൾ താഴേക്ക് വീണു പോകും. സോ നമുക്ക് താഴേക്ക് വീഴാത്ത രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബേസ് കറക്റ്റ് ആക്കിയേ മതിയാവുള്ളൂ. അതിനാണല്ലോ നമ്മളിവിടെ വന്നിട്ടുള്ളത്, അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.